പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുന്നത്. 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിലെ വിധിയെഴുത്ത്. 1475 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. തുടർച്ചയായ 4ാം തവണയും അധികാരം നിലനിർത്താൻ മമതാ ബാനർജി ലക്ഷ്യമിട്ടിറങ്ങുന്നു. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടത് ആയുധമാക്കുകയാണ് BJP. ശരത് ലാൽ ബംഗാളിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ഇപ്പൊ ചേരും. ശരത് ലാൽ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ് ബംഗാളിലെ ആദ്യഘട്ട പ്രചാരണത്തിന് ഇന്നലെ കർട്ടൻ വീഴാൻ പോവുകയാണ്. ഈ പറഞ്ഞ പോലെ ഭരണ തുടർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് മമതാ ബാനർജി ഇറങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി നയിക്കുന്ന BJP ക്യാമ്പ് അവിടെയുണ്ട്. BJP TMC നേർക്കുനേർ പോരാട്ടം. പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടേക്ക് കൂടുതൽ കമ്പനി കേന്ദ്രസേനകൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മൊത്തത്തിലെ ഈ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം ശരത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഞാനിപ്പോൾ നിൽക്കുന്നത് സിലിഗുരിയിലാണ്. കാരണം സിലിഗുരി ജില്ലയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഹിമാലയത്തിൻ്റെ താഴെയാണ് സിലിഗുരി. 3 രാജ്യങ്ങളുമായിട്ട്, ചൈന, അതേപോലെ തന്നെ ഭൂട്ടാൻ, ബംഗ്ലാദേശ്, 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യവും കൂടിയാണ്, ജില്ല കൂടിയാണ് വെസ്റ്റ് ബംഗാളിൻ്റെ. ഇവിടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഇന്ന് കൊട്ടിക്കലാശമാണ്. BJP കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകുന്ന ആദ്യഘട്ട പോളിംഗിൻ്റെ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകുന്നത് അമിത്ഷായാണ്. പ്രധാനമന്ത്രി ഇന്ന് രാജസ്ഥാനിലാണ്. പ്രധാനമന്ത്രി ഇന്ന് വെസ്റ്റ് ബംഗാളിൽ എത്തുന്നില്ല. പകരം അമിത്ഷായാണ്. അമിത്ഷായുടെ ആദ്യത്തെ പബ്ലിക് റാലി തന്നെ സിലിഗുരിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സിലിഗുരിയിലാണ് കൊട്ടിക്കലാശത്തിൻ്റെ എല്ലാവിധ BJPയുടെ കൊട്ടിക്കലാശത്തിൻ്റെ കേന്ദ്രം സിലിഗുരിയാണ്. അതുപോലെ മമതാ ബാനർജി ഇന്ന് മാൾട്ടയിലാണ്. അവിടെയാണ് തൃണമൂലിൻ്റെ കൊട്ടിക്കലാശത്തിൽ മമതാ ബാനർജി പങ്കെടുക്കുന്ന റാലിയുള്ളത്. ഏതായാലും അതീവമായ അല്ലെങ്കിൽ അത്ര ഉത്സാഹം നമ്മളെ കേരളത്തെ പോലെ തന്നെ ഇവിടെയുമുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലും നമുക്കറിയാം. ഇപ്പോൾ കാണുമ്പോൾ കൊടികളും കൊടിത്തോരണങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നഗരങ്ങളിൽ മുഴുവൻ തന്നെ കൊടിത്തോരണങ്ങളുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ നമ്മളെ കേരളവുമായിട്ടൊരു സാദൃശ്യമുണ്ട്. ഇനി വൈകുന്നേരത്തെ കൊട്ടിക്കലാശം എങ്ങനെയായിരിക്കും എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അത് സാധാരണ ഉത്തരേന്ത്യൻ നഗരങ്ങളിലും മറ്റ് ഇന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ കൊട്ടിക്കലാശങ്ങൾ കാര്യമായിട്ട് അവസാനം 5 മണിക്ക് കേരളത്തെ പോലെ ഉണ്ടാകാറില്ല. ഇനിയിപ്പോൾ അത് ഇവിടെ ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ശ്രീലക്ഷ്മി.